എത്ര എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്, നമ്മൾ എവിടേക്കാണ് നമ്മൾ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്, അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നുണ്ടോ, അത് സേവ് ചെയ്യാണോ, അതല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സ്പെൻഡ് ആയി പോവുകയാണെന്നുള്ളത് ശരിക്കും നമ്മൾ ട്രാക്ക് ചെയ്യണം. അപ്പോൾ മണി മാനേജ്മെന്റിൽ അത് ആദ്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ട്രാക്കിംഗ് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മണി മാനേജറിന്റെ ആപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏത് ആപ്പും യൂസ് ചെയ്യാം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി രാത്രി നമുക്ക് അന്ന് സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആപ്പിൽ എൻ്റർ ചെയ്യണം. അത് ആ സ്പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാണ് അങ്ങനെ ചെയ്യാം. അതല്ല നൈറ്റിൽ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇത് ചെയ്യാൻ. കാരണം ആ വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ സ്പോട്ടിൽ നമ്മളത് മണി മാനേജർ ആപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എക്സ്പെൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ നൈറ്റിലേക്ക് ഇരുന്നിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. നമ്മൾ ഒരിക്കലും ഇത് എക്സ്പെൻസ് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, മണി ഇപ്പൊ ഞാനൊക്കെ മുമ്പ് ഏൺ ചെയ്ത സംഭവങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ എവിടെ പോയി എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതെവിടെ പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകം ട്രാക്ക് ചെയ്യണം. എന്നിട്ട് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് പോയിട്ട് എത്രയാണ് നമുക്ക് ബാലൻസ് വരുന്നത്, ആ ബാലൻസ് വരുന്നതെല്ലാം നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ശരിക്കും മണി മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രാക്ക് ചെയ്ത് നമുക്ക് ഇൻകം വരുന്നത് എത്ര, എക്സ്പെൻസ് വരുന്നത് എത്ര, ബാക്കി വരുന്നത് എത്ര എന്നുള്ളത് ശരിക്കും നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർലി ട്രാക്കിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും ഇതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ എത്ര വന്നു, എത്ര പോയി, എവിടേക്ക് പോയി, ഇനി എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്.